നമസ്തേ, ഹാപ്പി മാത്സ് അവറിലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഈ ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ 1 സെറ്റ്സിൽ എക്സസൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 7 ഡിസ്കസ് ചെയ്യാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ നമ്പർ 7 വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത് എനിക്കൊരു സന്തോഷവുമാണ്, കൂടുതൽ വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷനുമാണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 7. നമുക്കിവിടെ 4 സെറ്റ് തന്നിട്ടുണ്ട്. എ, ബി, സി, ഡി. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ സി, എ ഇന്റർസെക്ഷൻ ഡി, ബി ഇന്റർസെക്ഷൻ സി, ബി ഇന്റർസെക്ഷൻ ഡി, സി ഇന്റർസെക്ഷൻ ഡി. ആദ്യം നമുക്ക് ഈ സെറ്റ് എ ബി സി ഡി എന്താണെന്നൊന്ന് നോക്കാം. സെറ്റ് എ എന്താണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. അതായത് 1, 2, 3, 4 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. സെറ്റ് ബി is a set of an even natural numbers. സെറ്റ് ബി എന്താണ്? ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സെറ്റ് ആണ്. നമുക്ക് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം സെറ്റ് എ എന്താണ്. സെറ്റ് എ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സെറ്റ് ആണ്. അതായത് 1, 2, 3, 4, 5, 6, 7, 8 അപ് ടു ഇൻഫിനിറ്റി വരെ പോകുന്ന നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം ഈ സെറ്റ് ബി എന്തായിരിക്കും? ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് 1നും ഇൻഫിനിറ്റിക്കും ഇടയിലുള്ള ഈവൻ നമ്പേഴ്സിന്റെ സെറ്റ്. അതായത് 2, 4, 6, 8, 10, 12, 14, 16 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്ന ഈവൻ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് സെറ്റ് ബി. സെറ്റ് സി, സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് സെറ്റ് സി എന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1നും ഇൻഫിനിറ്റിക്കും ഇടയിലുള്ള ഓഡ് നമ്പേഴ്സിന്റെ സെറ്റ്. അതായത് സി ഈക്വൽ ടു 1, 3, 5, 7, 9, 11, 13, 15 അപ് ടു ഇൻഫിനിറ്റി വരെ പോകുന്ന ഓഡ് നമ്പേഴ്സിന്റെ സെറ്റ് ആണ് സെറ്റ് സി. സെറ്റ് ഡി എന്താണ്? സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് സെറ്റ് ഡി എന്താണെന്ന് നോക്കാം. സെറ്റ് ഡി എന്ന് പറഞ്ഞാൽ 1നും ഇൻഫിനിറ്റിക്കും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. അതായത് 2, 3, 5, 7, 11, 13, 17, 19, 23 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ പോകുന്ന പ്രൈം നമ്പേഴ്സിന്റെ സെറ്റ് ആണ് സെറ്റ് ഡി. ക്വസ്റ്റ്യൻ നമ്പർ 7ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി. നമുക്കറിയാം സെറ്റ് എ എന്താണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇനി എന്താണ് സെറ്റ് ബി? സെറ്റ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇനി നമുക്ക് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് സെറ്റ് എയിലെയും സെറ്റ് ബിയിലെയും കോമൺ എലിമെന്റ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സെറ്റ് എയിലെയും സെറ്റ് ബിയിലെയും കോമൺ എലിമെന്റ്സ് ആണ് ഞാൻ ഇവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. എങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. 2 എക്കും ബിക്കും കോമൺ ആണ്, 4 കോമൺ ആണ്, 6 കോമൺ ആണ്, 8 കോമൺ ആണ്, 10 കോമൺ ആണ്, 12 കോമൺ ആണ്, 14 കോമൺ ആണ്, 16 കോമൺ ആണ്. ഇനി നമ്മൾ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? ഈ കോമൺ എലിമെന്റ്സിന്റെ സെറ്റ് ആണ് അല്ലെ? അപ്പൊ നമുക്കൊന്ന് എടുത്തെഴുതാം. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 2, 4, 6, 8, 10, 12, 14, 16. This list goes up to infinity. ഇത് നോക്കിക്കേ, ഈ 2, 4, 6, 8, 10, 12, 14, 16 എന്നൊക്കെ പറയുന്നത് നമ്മുടെ സെറ്റ് ബി തന്നെയാണ്. സോ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് ബി ഇറ്റ്സെൽഫ്. അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെയും ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെയും കൂടെ ഇന്റർസെക്ഷൻ എടുത്താൽ നമുക്ക് ആൻസർ ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് തന്നെ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 7ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ ഇന്റർസെക്ഷൻ സി. എന്താണ് സെറ്റ് എ എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എന്താണ് സെറ്റ് സി എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇനി നമുക്ക് എയുടെയും സിയുടെയും കോമൺ എലിമെന്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം.
സെറ്റ് എക്കും സെറ്റ് സിക്കും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ് ഞാനിവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. 1 രണ്ട് സെറ്റിലും കോമൺ ആണ്. 3 കോമൺ, 5 കോമൺ, 7 കോമൺ, 9 കോമൺ, 11 കോമൺ, 13 കോമൺ, 15 കോമൺ. അതിങ്ങനെ പോകും. ഇനി നമുക്ക് എ ഇന്റർസെക്ഷൻ സി എന്താണെന്ന് എഴുതി നോക്കാം. എ ഇന്റർസെക്ഷൻ സി എന്താണ്? സെറ്റ് എക്കും സെറ്റ് സിക്കും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സിന്റെ സെറ്റ് ആണ്. സോ 1, 3, 5, 7, 9, 11, 13, 15. This set goes up to infinity. ഈ 1, 3, 5, 7, 9, 11 എന്നൊക്കെ പറയുന്നത് നമ്മുടെ സെറ്റ് സി തന്നെയാണ് അല്ലേ? അതായത് അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് സി തന്നെ എഴുതാം. അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെയും ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെയും കൂടെ ഇന്റർസെക്ഷൻ എടുത്താൽ നമുക്ക് ആൻസർ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 7ലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ഡി. എന്താണ് സെറ്റ് എ? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എന്താണ് സെറ്റ് ഡി? സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആണ്. ഇനി നമുക്ക് കോമൺ എലിമെന്റ്സ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. സെറ്റ് എക്കും സെറ്റ് ഡിക്കും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ് ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. 2 കോമൺ ആണ്, 3 കോമൺ ആണ്, 5 കോമൺ, 7 കോമൺ, 11 കോമൺ, 13 കോമൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ഇന്റർസെക്ഷൻ ഡി ഒന്ന് എഴുതി നോക്കാം. അതായത് കോമൺ എലിമെന്റ്സിന്റെ സെറ്റ് ഒന്ന് എഴുതി നോക്കാം. 2, 3, 5, 7, 11, 13 up to infinity. ഇതാ നോക്കിക്കേ, ഈ എഴുതിയിരിക്കുന്ന 2, 3, 5, 7, 11, 13 up to infinity എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റ് ഡി തന്നെയാണ്. അതുകൊണ്ട് എന്ത് എഴുതാം? എ ഇന്റർസെക്ഷൻ ഡി ഈക്വൽ ടു ഡി എന്ന് തന്നെ എഴുതാം. അതായത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെയും സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സിന്റെയും കൂടെ ഇന്റർസെക്ഷൻ എടുത്താൽ നമുക്ക് ആൻസർ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 7ലെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ബി ഇന്റർസെക്ഷൻ സി. എന്താണ് സെറ്റ് ബി? സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് സെറ്റ് സി? സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സിന്റെയും ഓഡ് നമ്പേഴ്സിന്റെയും കൂടെ ഇന്റർസെക്ഷൻ എടുത്താൽ നമുക്ക് എന്തെങ്കിലും കോമൺ ആയിട്ട് കിട്ടുമോ? ഒന്നും കോമൺ ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ബി ഇന്റർസെക്ഷൻ സി എന്തെന്ന് എഴുതാം? നൾ സെറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 7ലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ബി ഇന്റർസെക്ഷൻ ഡി. എന്താണ് സെറ്റ് ബി എന്ന് പറയുന്നത്? സെറ്റ് ബി സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സെറ്റ് ഡി എന്താണ്? സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ആണ്. ഇനി നമുക്ക് ഇവരുടെ ഇടയിലുള്ള കോമൺ എലിമെന്റിനെ ഐഡന്റിഫൈ ചെയ്യാം. ബിയും ഡിയും കൂടെ നോക്കുവാണെങ്കിൽ ഈ 2 മാത്രമേ നമുക്ക് രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് കിട്ടത്തുള്ളൂ. വേറെ ഒരു എലിമെന്റ്സും ബിക്കും ഡിക്കും കോമൺ ആയിട്ടില്ല. അപ്പൊ നമുക്ക് ബി ഇന്റർസെക്ഷൻ ഡി എന്തെഴുതാം? ബി ഇന്റർസെക്ഷൻ ഡി ഈക്വൽ ടു സെറ്റ് 2. ക്വസ്റ്റ്യൻ നമ്പർ 7ലെ 6th ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് സി ഇന്റർസെക്ഷൻ ഡി. എന്താണ് സെറ്റ് സി? സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇനി സെറ്റ് ഡി എന്താണ്? സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആണ്. നമുക്ക് കോമൺ എലിമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാം. സിയുടെയും ഡിയുടെയും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ് ഞാൻ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. 3 രണ്ടിടത്തും കോമൺ, 5 കോമൺ, 7 കോമൺ, 11 കോമൺ, 13, 17 ഇതൊക്കെ കോമൺ ആണ്. ഇനി ഞാൻ സി ഇന്റർസെക്ഷൻ ഡി എഴുതുക. സി ഇന്റർസെക്ഷൻ ഡി എന്താണ് വരിക? 3, 5, 7, 11, 13, 17 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇനി ഇവിടെ ഒന്ന് നോക്കിക്കേ, നമ്മുടെ സെറ്റ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 2, 3, 5, 7, 11, 13, 17 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി അല്ലേ? ഈ സി ഇന്റർസെക്ഷൻ ഡിയില് ഈ 2 എന്ന് പറഞ്ഞുള്ള ഡിയിലെ എലിമെന്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. അതായത് 3, 5, 7, 11, 13, 17 എക്സെട്ര. ഈ നമ്പേഴ്സ് ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ 3, 5, 7, 11, 13 ഒക്കെ എന്തുവാ? ഓഡ് നമ്പേഴ്സ് ആണ്. മാത്രമല്ല അവരെല്ലാം പ്രൈം നമ്പേഴ്സും ആണ്. അതുകൊണ്ട് എനിക്ക് എന്തെഴുതാം? സി ഇന്റർസെക്ഷൻ ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് പ്രൈം നമ്പർ. ഈ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഈവൻ പ്രൈം നമ്പർ, ഓൾ പ്രൈം നമ്പർ എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.
ടേക്ക് കെയർ ആൻഡ് ബൈ.